ബിഗ് ബോസിന്റെ ഏറ്റവും കൃത്യമായ വോട്ടിംഗ് റിസൾട്ടിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. മത്സരാർത്ഥികൾക്ക് ഇന്ന് രാവിലെ 11:30 വരെ ലഭിച്ച വോട്ടിന്റെ റിസൾട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പുറത്തുവിടുന്നത്. 11:30 വരെയുള്ള റിസൾട്ട് നോക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ജിൻഡോ തന്നെയാണ്. 8 ലക്ഷം വോട്ടിനോട് അടുക്കാറായിരിക്കുന്നു ജിൻഡോ. 7,99,734 വോട്ടുകൾ ജിൻഡോ നേടി. രണ്ടാം സ്ഥാനത്തേക്ക് ഇപ്പോൾ കുതിച്ചു കയറിയിരിക്കുകയാണ് ജാസ്മിൻ ജാഫർ. 3,80,837 വോട്ടുകൾ ജാസ്മിൻ നേടി. മൂന്നാം സ്ഥാനത്താണ് അർജുൻ ഉള്ളത്. 3,57,855 വോട്ടുകളോടെ മൂന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് അർജുൻ. നാലാം സ്ഥാനത്ത് ഇപ്പോഴും തുടരുന്നത് സിജോ തന്നെയാണ്. 2,84,912 വോട്ടുകൾ സിജോ നേടി. അഞ്ചാം സ്ഥാനത്താണ് ശ്രീതുവിന്റെ സ്ഥാനം. 2,53,956 വോട്ടുകൾ ശ്രീതു നേടി. ആറാം സ്ഥാനത്താണ് ഋഷി ഉള്ളത്. 2,09,812 വോട്ടുകളോടെ ശ്രീതുവിന്റെ തൊട്ടു പിന്നാലെ നിൽക്കുകയാണ് ഋഷി. ഏറ്റവും അവസാന സ്ഥാനത്ത്, അതായത് ഏഴാം സ്ഥാനത്ത് നിൽക്കുന്നത് നോറയാണ്. 1,39,459 വോട്ടുകളോടെ ഏറ്റവും പിറകിൽ നിൽക്കുകയാണ് നോറ. ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിൽ നിന്നും ആരൊക്കെ പുറത്തു പോകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ വരും മണിക്കൂറുകളിലെ കൃത്യമായ വോട്ടിംഗ് റിസൾട്ടിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വോട്ടിംഗ് നോക്കുകയാണെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നോറ തന്നെയായിരിക്കും ബിഗ് ബോസ് വീട്ടിൽ നിന്നും എവിക്റ്റ് ആകുന്നത്. ഒരു ഡബിൾ എവിക്ഷൻ ആണെങ്കിൽ നോറയും ഋഷിയും എവിക്റ്റ് ആകാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ട് കാണുന്നത്. സിജോയ്ക്ക് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ വോട്ട് കൂടുതൽ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പുറത്തിറങ്ങിയ സായി, നന്ദന ഇവരുടെ എല്ലാം ഫാൻസ് ഇനി വോട്ട് ചെയ്യാൻ പോകുന്നത് സിജോയ്ക്ക് ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ രണ്ടാം സ്ഥാനത്തിന് വേണ്ടി എപ്പോഴും ഒരു തർക്കം നമുക്ക് കാണാം. അർജുനും ജാസ്മിനും തമ്മിലാണ് ഇപ്പോഴും ആ ഒരു ഏറ്റുമുട്ടൽ നടക്കുന്നത്. പക്ഷെ ഒന്നാം സ്ഥാനത്തിന് ഒരു മാറ്റവും ഇല്ലാതെ ജിൻഡോ തന്നെയാണ് തുടരുന്നത്. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം ആരൊക്കെയാണ് ഈ ഒരാഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താകാൻ പോകുന്നത്. ബിഗ് ബോസിന്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.